സർക്കാർ അനുകൂല നിലപാടിന് പിന്നാലെ NSSൽ ജി സുകുമാരൻ നായർക്കെതിരെ പടയൊരുക്കം. കൊച്ചി കണയന്നൂർ NSS കരയോഗം പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. സുകുമാരൻ നായരുടേത് വീണ്ടും വിചാരമില്ലാത്ത ഇടപെടലെന്നാണ് വിമർശനം. NSSന്റെ നിലപാട് മാറ്റത്തിൽ പ്രതിഷേധിച്ച് ചങ്ങനാശ്ശേരി NSSൽ രാജിയുമുണ്ടായിരിക്കുന്നു. പഴുവാതിൽ കുടുംബത്തിലെ 4 പേരാണ് രാജിവെച്ചത്. അതേസമയം പത്തനംതിട്ടയിൽ ഇന്നും സുകുമാരൻ നായർക്കെതിരെ ബാനർ പ്രത്യക്ഷപ്പെട്ടു. കണയന്നൂർ NSS കരയോഗം ഭാരവാഹികൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ഞങ്ങൾ കരയോഗത്തിൻ്റെ പേര് പറഞ്ഞും ആളുകളുടെ പേര് പറഞ്ഞുമാണ് ഞങ്ങളിവിടെ ഈ സംഭവം ഇവിടെ പ്രതിഷേധം പറയുന്നത്. ഇതിലുള്ള ശക്തമായിട്ടുള്ള നിലപാട് ഞങ്ങൾ പ്രമേയത്തിലൂടെ താലൂക്ക് യൂണിയനെ അറിയിച്ചിട്ടുണ്ട്. ആ താലൂക്ക് യൂണിയനിൽ നിന്നുള്ള മറുപടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതെ, ഏകാധിപത്യ പ്രവണത സാധാരണ ഈ NSSൽ ഇത്തരം കാഴ്ചപ്പാടുകളിൽ സെക്രട്ടറിയുടെ വ്യക്തിപരമാണെങ്കിൽ സെക്രട്ടറിക്ക് വ്യക്തിപരമാണെന്ന് പറയാം. പക്ഷേ ഇത് വ്യക്തിപരമാണെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഒരു പ്രതിനിധിയെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് സംഘടിപ്പിച്ചത് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയാണോ, ശബരിമലയിൽ എന്ത് വികസനത്തിനാണ് ഉദ്ദേശിച്ചത്, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല ഇതുവരെ. അപ്പം അത്തരം കാര്യങ്ങളിൽ യാതൊരു വ്യക്തതയില്ലാതെ അതാണ് നിരുത്തരവാദപരമായതെന്ന് തന്നെ പറയേണ്ടി വന്നത്. അത് ഏത് സാഹചര്യത്തിലാണ് വിശ്വാസം അറിയില്ല. കാരണം അയ്യപ്പ ഭക്തർക്കെതിരെ എടുത്ത കേസുകളും നിലവിലുണ്ട്. അവരെ മർദ്ദിച്ച് അവശ നിലയിലാക്കിയ കേസുകളുണ്ട്. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞു. ഞാനൊരു സെക്രട്ടറി ആയിരുന്ന ആൾ, 7 വർഷം സെക്രട്ടറി ആയിരുന്ന ആൾ, ആ ഒരു സംഗമത്തിൽ ഈ ഇവിടുന്നുള്ള നാമജപയാത്ര CPIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആ സെക്രട്ടറി ആയിരുന്ന ആൾ ഇത്തരം ഒരു നാമജപയാത്രയിൽ പങ്കെടുത്തതിന് എനിക്ക് കേൾക്കാത്ത അപരാധങ്ങളില്ല. അന്ന് പാർട്ടിയും ഇടതുപക്ഷവും മൊത്തത്തിലും ഈ നാമജപയാത്രയ്ക്കും NSSന്റെ നിലപാടിനെതിരായിരുന്നു. കണയന്നൂർ കരയോഗം ഭാരവാഹികൾ പ്രതികരിക്കുന്നതാണ് കാണുന്നത്. ലേബി സുരേന്ദ്രനിലേക്ക് ആദ്യം. ലേബി, ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിയുടെ തീരുമാനം ഏകപക്ഷീയമായി ഒറ്റയ്ക്കെടുത്തതാണ് എന്ന നിലപാടിലേക്ക് പല ഭാഗത്തുനിന്നും പ്രതികരണങ്ങൾ വരികയാണ്. ഇന്നലെ പത്തനംതിട്ടയിൽ ബാനർ ഉണ്ടായിരുന്നു. ഇന്നും ഒരു ബാനർ പ്രത്യക്ഷപ്പെട്ടു. ഇന്നിപ്പോൾ കണയന്നൂരിലെ കരയോഗം പ്രതിനിധികൾ എന്താണ് പറയുന്നത് ലേബി? സ്മൃതി, കണയന്നൂർ NSS കരയോഗം ഭാരവാഹികളാണ് ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇവിടെ ചേർന്ന യോഗം ഇതിനെതിരെ പ്രമേയം പാസാക്കുകയും ചെയ്തു. അതായത് ജി സുകുമാരൻ നായർക്കെതിരെ കൊച്ചി കണയന്നൂർ NSS കരയോഗം ശക്തമായ എതിർപ്പുകളോടെയാണ് പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ജി സുകുമാരൻ നായരുടേത് വീണ്ടും വിചാരമില്ലാത്ത ഇടപെടലാണ് ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ശബരിമല സംബന്ധിച്ച് നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് എന്ന കുറ്റപ്പെടുത്തലാണ് പ്രമേയത്തിലുള്ളത്. ഇത് പ്രതിഷേധാർഹമാണെന്ന് പ്രമേയം പറയുന്നു. പ്രമേയമാണ് ഇന്നലെ രാത്രി 9 മണിയോടുകൂടി പാസാക്കിയത്. അതേ തുടർന്നാണ് ഇപ്പോൾ ഇവിടെ NSS ഭാരവാഹികൾ പ്രസിഡന്റ് സുരേന്ദ്രൻ കുന്നപ്പിള്ളിലും ട്രഷറർ ER വിജയകുമാറുമാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവർ പറയുന്നത് ഇക്കാര്യത്തിൽ പറയുന്നത് അഖിൽ കെയിലേക്ക് പോകുന്നു. അഖിൽ, ഇപ്പോൾ കോട്ടയത്ത് കരയോഗങ്ങളിൽ രാജി ഉണ്ടായിരിക്കുന്നു. ആരൊക്കെയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്? ആ രാജി തീരുമാനം ഈ സുകുമാരൻ നായരുടെ നിലപാടിൽ പ്രതിഷേധിച്ചുള്ള രാജി എന്ന് പറഞ്ഞുകൊണ്ടാണോ? ആരൊക്കെയാണ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്? സ്മൃതി, ഒരു കുടുംബത്തിലെ 4 പേരാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത്. തങ്ങളെ അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന ആവശ്യമാണ് കരയോഗം സെക്രട്ടറിക്കോ അല്ലെങ്കിൽ പ്രസിഡന്റോ നൽകിയ കത്തിൽ പറയുന്നത്. പഴുവാത് കരയോഗത്തിലെ 253 നമ്പർ കരയോഗമാണ്. ഈ പഴുവാത് കരയോഗത്തിലെ ഒരു കുടുംബത്തിലെ 4 പേർ, അതായത് ഗോപകുമാർ, ഭാര്യ അമ്പിളി ഗോപകുമാർ, മകൻ ആകാശ, മകൾ ഗൗരി, ഈ 4 പേരാണ് ഇത്തരത്തിൽ ഒരു രാജിക്കത്ത് അല്ലെങ്കിൽ സന്നദ്ധ അറിയിച്ചുകൊണ്ട് കരയോഗം സെക്രട്ടറിക്ക് നൽകിയിരിക്കുന്നത്. ഇതിൽ കൃത്യമായി തന്നെ NSS ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ഒന്നും ശരിയല്ല. അത് രാഷ്ട്രീയപരമായി മാറുന്നു, പക്ഷാപാതപരമായി പെരുമാറുന്നു. അതുപോലെ തന്നെ ഈ അയ്യപ്പനെ രാഷ്ട്രീയവൽക്കരിക്കുന്നു. രാഷ്ട്രീയമായിട്ട് ഈ ഹിന്ദു ദൈവ ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കാൻ നിലപാടെടുക്കേണ്ടവർ രാഷ്ട്രീയപരമായി കാര്യങ്ങളിൽ വ്യതിചലിക്കുന്നു എന്ന് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ അത്തരം നിലപാടുകളിൽ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാജിക്കത്തിൽ കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതായത് അംഗങ്ങളുടെ ക്ഷേമത്തിനും പുരോഗതിക്കും പ്രവർത്തിക്കേണ്ട ജനറൽ സെക്രട്ടറി രാഷ്ട്രീയമായ നിലപാടുകളിൽ രാഷ്ട്രീയപരമായി പക്ഷാപാതപരമായി പെരുമാറുന്നു എന്നതാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ഇതുകൊണ്ട് രാജിവെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും രാജികളും ഒക്കെ ആദ്യഘട്ടം മുതൽ NSS ജനറൽ സെക്രട്ടറി ആ ഒരു നിലപാട്, ആഗോള അയ്യപ്പ സംഗമത്തിന് അനുകൂലമായ ഒരു നിലപാട് വന്ന ഘട്ടത്തിൽ തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇത്തരത്തിലുള്ള തുടർ അതല്ലെങ്കിൽ ഇതിൽ കൂടുതൽ പ്രതിഷേധവുമായി അല്ലെങ്കിൽ കൂടുതൽ രാജികൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ തള്ളിക്കളയാനും കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഒന്നടങ്കം എതിർക്കുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഈ രാജികൾ മനസ്സിലാക്കുന്നത്. കൃത്യമായി തന്നെ ജനറൽ സെക്രട്ടറിയുടെ നിലപാട് മാറ്റത്തെ വിമർശിച്ചുകൊണ്ടാണ് ഈ രാജിക്കത്ത്
ആ കരയോഗം സെക്രട്ടറിക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. സ്മൃതി, ശരി. കൊച്ചിയിലും കോട്ടയത്തും പ്രതിഷേധ പ്രതികരണങ്ങൾ പരസ്യമായി വന്നിരിക്കുന്നു. പ്രവീൺ.